Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ്. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ട, അത് സ്ക്വയർ ആണോ എന്ന് നമ്മൾ നോക്കുന്നതിനാണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആണോ. ഇപ്പം നമ്മൾ 25 കൊടുത്തു കഴിഞ്ഞാൽ 25 എന്തിൻ്റെ സ്ക്വയർ ആണ്? 5ൻ്റെ സ്ക്വയർ ആണ്, ശരിയല്ലേ? അപ്പോൾ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 36 കൊടുത്തു കഴിഞ്ഞാൽ 36 ഏതിൻ്റെയാണ്? 6ൻ്റെ സ്ക്വയർ ആണ്. 6 × 6 അല്ലേ 36. അപ്പോൾ 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് 324 എന്ന് പറഞ്ഞ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്നാണ് നമ്മൾ നോക്കുന്നത്. 324ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 18 ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ഇത് പ്രോഗ്രമാറ്റിക്കലി എങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലോർ വാല്യൂ എടുക്കണം. ഫ്ലോർ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അല്ലേ, നമ്മൾ ഈ 324ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 18 എന്ന് കിട്ടും, ശരിയല്ലേ? പക്ഷേ ഇപ്പം നമ്മൾ വേറൊരു നമ്പർ കൊടുക്കുകയാണ് 325. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 18 പോയിന്റ് കുറേ ഡെസിമൽ വാല്യൂസ് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഇല്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ ആണ്. അതായത് ഈ 18, ഇതാണ് അതിൻ്റെ ഫ്ലോർ വാല്യൂ. മനസ്സിലായോ? അപ്പം നമുക്ക് 324 കൊടുത്തപ്പോൾ 18.000 എന്നാണ് അതിൻ്റെ ഡബിൾ വാല്യൂ വരുന്നത്. ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് അത് 18 തന്നെയാണ്. മനസ്സിലായോ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പറിനെല്ലാം ഈ ഡോട്ട് ഇട്ടിട്ട് കുറേ ഡെസിമൽ വാല്യൂസ് കാണും. പിടികിട്ടിയല്ലോ? അപ്പോൾ ഈ ഡെസിമലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂവിനാണ് ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോർ എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 324 ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ആദ്യം അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് വെക്കുക, 18. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫ്ലോർ വാല്യൂ എടുക്കുക. അപ്പോൾ ഫ്ലോർ വാല്യൂ നമുക്ക് 18 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെത് 18.00 വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 18 തന്നെ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ സ്ക്വയർ റൂട്ടിൻ്റെയും ഫ്ലോർ വാല്യൂവിൻ്റെയും ഡിഫറൻസ് 0 ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. മനസ്സിലായോ? സ്ക്വയർ റൂട്ടിൻ്റെയും ഫ്ലോർ വാല്യൂവിൻ്റെയും ഡിഫറൻസ് 0 ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ 325 കൊടുക്കുമ്പോൾ എത്ര വരും? 18.0 അങ്ങനെ ഒരു വാല്യൂ അല്ലേ വരുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18 മൈനസ് 18 പോയിന്റ് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് 0 കിട്ടില്ല. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രമാറ്റിക്കലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, അതിനൊക്കെ ഇൻബിൽഡ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജാവയ്ക്കകത്തുണ്ട് ജാവ പ്രൊജക്റ്റ്. നെക്സ്റ്റ് കൊടുക്കുക, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് തന്നെ കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പം നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങി തന്നെ ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് നമ്പർ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് കൺസോളിൽ നിന്ന് എങ്ങനെയാണ് ഇൻപുട്ട് വാങ്ങുക? അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ സ്കാനർ ക്ലാസ് വെച്ച് വാങ്ങിക്കണം അല്ലേ. സ്കാനർ SE = ന്യൂ സ്കാനർ system.in എന്ന് കൊടുത്തു. ഇനി എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ സ്കാനർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ. നമ്മൾ എപ്പോഴും ഇൻ്റ് അല്ലാതെ ഡബിൾ ആയിട്ടായിരിക്കണം ഇൻപുട്ട് വാങ്ങിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയർ ആയിട്ടുള്ള നമ്പറിനാണെങ്കിൽ നമുക്കൊരു ഇൻഡിജർ കിട്ടും. സ്ക്വയർ റൂട്ട് ഇല്ലാത്തതിനാണെങ്കിൽ എപ്പോഴും ഡോട്ട് ഇട്ടിട്ട് ബാലൻസ് കൂടെ വരുമല്ലോ. അപ്പോൾ ഡബിൾ ആയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. ഡബിൾ നമ്പർ = SC ഡോട്ട് നെക്സ്റ്റ് ഡബിൾ എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. നെക്സ്റ്റ് ഡബിൾ എന്ന് വിളിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇനി എന്താണ്, നമ്മുടെ ഈ സ്ക്വയർ റൂട്ട് കാണുന്ന ഫംഗ്ഷനകത്തോട്ട് ഇത് പാസ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് പെർഫെക്റ്റ് ഓർ നോട്ട് എന്ന് കൊടുക്കാം. പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പ്രിന്റ് പെർഫെക്റ്റ് ഓർ നോട്ടിനകത്തോട്ട് നമുക്ക് ഈ നമ്പർ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ആ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ നമ്മളിവിടെ മൗസ് ഓവർ ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ആയിട്ട് ഈ നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫംഗ്ഷനകത്തോട്ട് നമ്മൾ ഈ വാല്യൂ പാസ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ ഈ നോട്ട് പാഡിൽ കൊടുത്തത്. ആദ്യം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട. ഇപ്പം ഡബിൾ തന്നെയല്ലേ നമ്മൾ സ്ക്വയർ റൂട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ഇതിനകത്തെല്ലാം ഡബിൾ വാല്യൂസ് അല്ലേ. അപ്പോൾ ഡബിൾ സ്ക്വയർ റൂട്ട് = മാപ്പ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. മാപ്പിനകത്ത് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുണ്ട്. ഏത് കൊടുത്താലും അതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടിക്കോളും. ഓക്കെ, ഓഫ് നം എന്ന് കൊടുത്താൽ മതി. അപ്പം എന്താണ്, നമ്മുടെ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടി. ഇനി
ഇനി ഇതിപ്പോൾ കിട്ടുന്നുണ്ടോ എന്നറിയാൻ ജസ്റ്റ് ഇവിടെ സിസ് ഔട്ട് ചെയ്താൽ മതി. സിസ് ഔട്ട് സ്ക്വയർ റൂട്ട് ഈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പം അതാ എൻ്റർ എ നമ്പർ. നമുക്കൊരു സ്ക്വയർ റൂട്ട് ഉള്ളത് തന്നെ കൊടുക്കാം. ഇപ്പം 225 കൊടുക്കാം. അപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 15. ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെത് നമുക്ക് 15.00 എന്നാണ് കിട്ടുക. അപ്പം ഇതല്ലാത്തൊരു നമ്പർ ഞാൻ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 226 കൊടുക്കാം. അപ്പം 226 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതാ 15 പോയിന്റ് ഇങ്ങനെ കുറേ വാല്യൂസ് വരും. പക്ഷെ ഇപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് വരെ കിട്ടിയിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതാ നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 226ൻ്റെ ഇത്രയുണ്ട്. ഇതിൻ്റെ ഫ്ലോർ എടുക്കുമ്പോൾ ഈ ഡെസിമലിൻ്റെ ലെഫ്റ്റ് കിടക്കുന്നത് മാത്രം കിട്ടും. അതാണ് ഫ്ലോർ. ഈ റൈറ്റ് സൈഡിൽ അങ്ങ് അവോയ്ഡ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ഫ്ലോർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, മാത്ത് ഡോട്ട് ഫ്ലോർ ഓഫ് സ്ക്വയർ റൂട്ട്. നമുക്കിപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ അല്ലേ ഫ്ലോർ വേണ്ടത്, അല്ലാതെ നമ്പറിൻ്റെ അല്ലല്ലോ. ഇപ്പോൾ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, അതിൻ്റെ ഫ്ലോറാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പോൾ സിസ് ഔട്ടിനകത്ത് ഇത് കൊടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് സിസ് ഔട്ടിനകത്ത് കൊടുക്കുകയാണ്. ഫ്ലോർ ഈസ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ 226 തന്നെ നമുക്ക് കൊടുക്കാം. ഇതാ 226 കൊടുക്കുമ്പോൾ ഇതാ നമ്മുടെ സ്ക്വയർ റൂട്ട് കണ്ടോ 15 പോയിന്റ് ഇത്രയെന്ന് കിട്ടി. അതിൻ്റെ ഫ്ലോർ വാല്യൂ എടുക്കുമ്പോൾ ഈ 15 മാത്രം കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, സ്ക്വയർ റൂട്ടിൻ്റെയും ഫ്ലോർ വാല്യൂവിൻ്റെയും ഡിഫറൻസ് എടുക്കുക. അത് 0 ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഡിഫറൻസ് ഓഫ് സ്ക്വയർ റൂട്ട് ആൻഡ് ഫ്ലോർ വാല്യൂ. മനസ്സിലായോ? അപ്പം നമ്മൾ ഇഫ് കണ്ടീഷനിൽ പറഞ്ഞു കൊടുക്കുക, ഇഫ് നമ്മുടെ സ്ക്വയർ റൂട്ട് മൈനസ് മാത്ത് ഡോട്ട് ഫ്ലോർ ഓഫ് സ്ക്വയർ റൂട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സ്ക്വയർ മനസ്സിലായോ? ഇനി എൽസ് കേസിൽ അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, അപ്പോൾ വേറൊരു സിസ് ഔട്ടിനകത്ത് നമ്മൾ കൊടുക്കുക, നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ, നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. അപ്പോൾ അതാ നമുക്ക് 225 കൊടുക്കാം. ഇതാ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഫ്ലോർ ഇതാണ്, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി അല്ലാത്തൊരു നമ്പർ നമുക്ക് കൊടുക്കാം, 567 കൊടുക്കുകയാണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി വലിയ ഏതെങ്കിലും നമ്പർ കൊടുക്കാം. ഇതാ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ആദ്യം സ്ക്വയർ റൂട്ട് കാണുക, അതിന് മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അതിന്റെ ഫ്ലോർ വാല്യൂ കാണുക, അത് മാത്ത് ഡോട്ട് ഫ്ലോർ എന്ന് പറഞ്ഞ് എടുത്താൽ മതി. പിന്നെ ആ സ്ക്വയർ റൂട്ടിന്റെയും ഫ്ലോർ വാല്യൂവിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.